പെരുമ്പാവൂർ വരികയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല നെയ്ച്ചോറും ബീഫും കഴിക്കണം. ബീഫ് എന്ന് പറഞ്ഞാണല്ലോ 3.5-4 മണിക്കൂറോളം അടുപ്പിൽ, അതും വിറകടുപ്പിൽ കിടന്ന് വെന്ത് വരുന്ന ബീഫാണ്. പൊതുവെ നമുക്ക് ഈ നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയത് ശരിക്കും ബീഫാണ്. 3.5-4 മണിക്കൂറോളം അടുപ്പത്തിരുന്നാണ്. അത് ആ നെയ്ച്ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല ബീഫ് കറി ഉണ്ടല്ലോ, ബീഫിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കൊത്താന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പെരുമ്പാവൂർ വന്നിരിക്കുകയാണ്. പെരുമ്പാവൂര് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കല്യാണ നെയ്ച്ചോറും ബീഫ് കറിയും കൂടെ കഴിക്കാൻ വന്നതാണ്. കരിമിക്കയാണ് ഇവിടെ ബീഫ് കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കറിക്ക് വേണ്ടി തൊട്ടിപ്പുറത്ത് തന്നെ മസാലകൾ റെഡിയാവുന്നു. അപ്പുറത്തെ ചേച്ചിമാർ കോഴിക്കറിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് അതിനകത്ത് മസാലകൾ, മുഴുവൻ മസാലകളൊക്കെ ഇട്ട് പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് അങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി അരി ഇടാനുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ ഇട്ട് അത് റെഡിയായി വരാനായിട്ട്. അതുപോലെ തന്നെ ദാല് അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് കറി അതൊക്കെ റെഡിയാവുന്നു. അപ്പിടി പുകയാണ്, വിറകടുപ്പല്ലേ, കണ്ണ് നിറഞ്ഞ ഒരു പരുവത്തിലായിപ്പോയി. ആ പുകയുടെ ഇടയ്ക്കാണ് നമ്മളിത്. ഇത് രാവിലെ വെളുപ്പിന് ഏകദേശം ഒരു 5:30 ആയപ്പോൾ കയറിയ ബീഫാണ് കേട്ടോ. വിറകിൻ്റെ ആ ചൂടിൽ തന്നെ ഇരുന്ന് ഏകദേശം 3.5-4 മണിക്കൂറോളം ഇരുന്നതിന് ശേഷമാണ് ബീഫ് കറി റെഡിയാകുന്നത്. ആ കുറുകുറ കൊഴുത്ത ആ കറിയുടെ കൂടെ ആ നെയ്ച്ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ കൈമേരി ഇടുന്ന കാഴ്ചകളൊക്കെ കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പോവാം. കരഞ്ഞുപോയി. ബീഫ് അപ്പുറത്ത് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുന്ന സമയത്തിന് അരി കഴുകി അരി ഇട്ടിട്ടുണ്ട്. ഇത് സുബൈർ ഭായ് ആണ്. സുബൈർ ഭായിയുടെ കുടുംബമാണ് ഇത് മൊത്തമായിട്ട് നടന്നത് കേട്ടോ. സുബൈർ ഭായിയുടെ വാപ്പയുണ്ട്, മാമയുണ്ട്, അതുപോലെ ഒരു ജ്യേഷ്ഠനാണ് കടയിൽ നിൽക്കുന്നത് അല്ലേ. ഒരു അനിയനുണ്ട്. ഇവർ കുടുംബമായിട്ട് തന്നെ നടത്തുന്നത്. ഇവർ തന്നെയാണ് പാചകത്തിനെല്ലാം കൂടുന്നതും അതുപോലെ തന്നെ വിളമ്പാൻ നിൽക്കുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാണ്, അവരുടെ പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇതിനകത്ത് അരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൈമേരിയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്? നമ്മൾ സാധാരണ നെയ്ച്ചോറിൽ ചെയ്യുന്ന പോലെ തന്നെ സെയിം സാധനങ്ങൾ തന്നെ, പക്ഷെ എല്ലാം നമ്മൾ നമ്മുടേതായ ഒരു അളവ് എല്ലാത്തിനും കണ്ടെത്തിയിട്ടുണ്ട്. അതേ അളവിൽ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുക. അതിപ്പോൾ ഉപ്പാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു അളവിലാണ്, നാരങ്ങ നീര് ഒഴിക്കുന്നത് പോലും നമ്മളൊരു അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 90% നമ്മൾ എന്ന് വന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഇന്ന് ചെയ്യാറ്. ആ ഒരു അളവ് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. ഇതിന്റെ കൂടെ കൂടുതലും ആൾക്കാർ ബീഫാണോ കഴിക്കുന്നത്, ചിക്കനാണോ? ബീഫാണ് നമ്മുടെ ഒരു ആ റൈസിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോ എന്ന് പറയുന്നത് ബീഫാണ്. പക്ഷെ ബീഫ് കഴിക്കാത്തവരും വരാറുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ ഈ ചിക്കൻ ശരിക്കും കറിയായിട്ടല്ല, നമ്മളൊരു ബിരിയാണിക്കുള്ള മസാല പോലെയാണ് ചിക്കനും ചെയ്യുക. അപ്പൊ അതും ഇതിന് കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അങ്ങനെ കഴിക്കാറുണ്ടല്ലോ, അങ്ങനെ ആൾക്കാർ കഴിക്കാറുണ്ട്. ഇതിപ്പം ഇന്നിപ്പോ എത്ര പേർക്കുള്ള, അതിൽ നിന്നെങ്കിൽ എത്ര നെയ്ച്ചോറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇതിപ്പോ നമുക്ക് ശരിക്കും 5 ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ 5 ഔട്ട്ലെറ്റുകളിലേക്കും ചേർത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തുവിടുക. മിറാക്കി 5 ഔട്ട്ലെറ്റിനും മിറാക്കി തന്നെയാണോ? അതെ, 5ഉം കഫേ മിറാക്കി എന്നാണ് ശരിക്കും നമ്മുടെ ഈ പെരുമ്പാവൂര് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ വെച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടാഗ് ലൈൻ അതിന് കൊടുക്കുന്നത്. പെരുമ്പാവൂർ കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ബീഫും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു പേരിൽ ഒരുപാട് സ്ഥലത്ത് ഷോപ്പുകൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഈ കഫേ മിറാക്കി എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മുടേതുള്ളൂ. നമുക്ക് ആകെ 5 ഔട്ട്ലെറ്റ് മാത്രം. 5 ഔട്ട്ലെറ്റ്. അതെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ആദ്യം കാണുന്നത് ജിംനാസ് വന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്ക് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ സൈഡിലേക്ക് നമ്മൾ വന്നില്ല. ഈ പ്രാവശ്യം ഏതായാലും പെരുമ്പാവൂർ നമ്മൾ പ്രണവിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രണവിൻ്റെ കൂടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ നെയ്ച്ചോറും ബീഫും കൂടെ ഒന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇവിടുന്ന് കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ബീഫും കഴിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ 2 ചെമ്പിനകത്ത് ഇപ്പം കയറിയിട്ടുണ്ട്. ഇനി 2 ചെമ്പ് കയറാനുണ്ട്.
ബീഫ് ഏകദേശം ഇനി ഒരു 1.5 മണിക്കൂർ കൊണ്ട് റെഡിയാവും. അത്രയും സമയം ബീഫിൽ വെളുപ്പിനെ ഇട്ടാന്ന് ഞാൻ പറഞ്ഞു. വെളുപ്പിനെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സമയമാണ്. എത്ര മണിക്കാണ് നമ്മൾ കഫേയിൽ റെഡിയാകുന്നത്? നമ്മളെ എല്ലാ ഷോപ്പുകളും 11:30യോടുകൂടി ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം 11:30 ആകുമ്പോഴത്തേന് ഫുഡ് വിളമ്പുക, നമ്മൾ കഴിക്കുക എന്നുള്ള പരിപാടിയാണ്. ഏതായാലും ആ കാഴ്ചകളിലേക്ക് പോകാം. പക്ഷേ ഇതിനിപ്പോൾ ദമ്മാക്കണ്ടേ? ദമ്മാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് വെച്ചാൽ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കാഴ്ചകളുണ്ട്, ബീഫ് കറി ഉണ്ടാക്കുന്ന കാഴ്ചകളുണ്ട്, റോസ്റ്റിന് ചിക്കൻ ചേർക്കുന്ന കാഴ്ച കാണുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് പോയി ഫ്രഷ് ഒക്കെ ആയി നേരെ മഞ്ഞപ്പെട്ടിയിലേക്ക് വന്നു അല്ലേ. ഇവർക്ക് മഞ്ഞപ്പെട്ടിയിൽ മാത്രമല്ല 5 ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലാണ് ഇവർക്കുള്ളത്. മഞ്ഞപ്പെട്ടിയിലുണ്ട്, നെടുന്തോടുണ്ട്, അതുപോലെ തന്നെ മുട്ടം ആലുവയിലുണ്ട്, കാക്കനാടുണ്ട്, പിന്നെ കോതമംഗലത്ത് ഒരെണ്ണം പുതുതായിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. പ്രണവുണ്ട് എൻ്റെ കൂടെ. പ്രണവിൻ്റെ അച്ഛനുണ്ട് സുനിലേട്ടൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചങ്ങോട്ട് തുടങ്ങുകയാണ്. അഭിലാഷ് കുറച്ച് കഴിയുമ്പോഴേ ഞങ്ങളോട് കൂടുന്നതാണ്. ബീഫ് കറി നമ്മൾ കണ്ട 3.5-4 മണിക്കൂറോളം അടുപ്പത്തിരുന്ന് വെന്ത ബീഫ് കറിയാണ്. അത് സ്വല്പം ഇങ്ങനെ ഇലയുടെ സ്വല്പമല്ല, മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതായാലും അത് ഇലയുടെ പുറത്ത് ഒന്നാക്കിയിട്ട് ബീഫിൻ്റെ കഷ്ണവും ബീഫിൻ്റെ ചാറും ആ നെയ്ച്ചോറും, നല്ല സോഫ്റ്റ് നെയ്ച്ചോറ്, ജീരശാല അരിയും കൊണ്ട് ഉണ്ടാക്കിയ നെയ്ച്ചോറാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതാ ഇങ്ങനെ അങ്ങ് ഒന്നിച്ചങ്ങ് പിടിക്കുക. പൊളി. ശരിക്കും പറഞ്ഞാൽ ആ ബീഫ് കറിയുടെ ടേസ്റ്റ് നെയ്ച്ചോറിൽ നന്നായിട്ട് അബ്സോർവ് ചെയ്തു പോരും അല്ലേ, അതങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന്. പക്ഷെ ഒത്തിരി തിക്ക് ഗ്രേവി അല്ല, ആ കറിയേക്കാൾ ഒരു അല്പം കൂടെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഗ്രേവി. ഞാൻ പറഞ്ഞില്ലേ കുറേ നേരം അടുപ്പത്തിരുന്നതാണ്, ഏകദേശം 3.5-4 മണിക്കൂറോളം അടുപ്പത്തിരുന്നതാണ്. അപ്പോൾ ബീഫിൻ്റെ കഷ്ണമാണെങ്കിലും നല്ല സോഫ്റ്റാണ്. അത് ആ നെയ്ച്ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇവിടെ നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. ബീഫ് കറിയൊക്കെ അതിൻ്റെ ആ ക്വാണ്ടിറ്റിയിലേ കിട്ടത്തുള്ളൂ. നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം പപ്പടം കൂടെ പൊട്ടിച്ച് നോക്കിയാലോ. ആ പപ്പടവും നെയ്ച്ചോറും ബീഫും എല്ലാം കൂടെ കൂടി ഒന്ന് പിടിക്കാം. ഞാൻ ഇങ്ങനെ പൊട്ടിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? പ്രണവ് അപ്പുറത്ത് പപ്പടവും നെയ്ച്ചോറും ബീഫും എല്ലാം കൂടെ പൊട്ടിച്ച് കഴിക്കുന്ന കണ്ടിട്ടാണ്. പക്ഷേ എനിക്ക് ആ പപ്പടം ഇല്ലാതെ നെയ്ച്ചോറും ബീഫും കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണല്ലോ. പക്ഷേ കൊള്ളാം, നെയ്ച്ചോറും ബീഫും കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ദാലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട്. പരിപ്പ് കറി നമ്മുടെ ഈ ചോറിനൊക്കെ കിട്ടുന്ന തിക്കായിട്ടുള്ള പരിപ്പ് കറിയല്ല കേട്ടോ. നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് നല്ല കൊഴുത്ത് നിൽക്കുന്ന പരിപ്പ് കറിയില്ലേ, അതുപോലത്തെ അല്ല, ഇച്ചിരി ഒഴുകി നടക്കുന്ന പരിപ്പ് കറിയാണ്. അത് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പക്ഷേ ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഈ ബീഫും പപ്പടവും ദാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുനിലേട്ടൻ അവിടെ ബീഫും കഴിച്ചു, അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഒരു സ്വല്പം കഴിച്ചു. സുനിലേട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. സുനിലേട്ടാ എങ്ങനെയുണ്ട്? ബീഫാണോ ഇഷ്ടപ്പെട്ടത് അതോ ചിക്കൻ റോസ്റ്റ് ആണോ? പൊതുവെ നമുക്ക് ഈ നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയത് ശരിക്കും ബീഫാണ്. പിന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇത്തിരി കുഴമ്പ് വരും, അതിൽ മസാലയൊക്കെ ചേർത്ത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, നന്നായിട്ട്. എന്നാലും ബീഫാണ് പൊതുവെ ഇഷ്ടം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് ഒന്ന് മാറ്റാനായിട്ടേ പുളിയിഞ്ചി ഉണ്ട്. പുളിയിഞ്ചിയൊക്കെ ആഹാ, ഇതിന് പുളി എന്ന് പറയാൻ പറ്റത്തില്ല. ശർക്കരയുടെ ആ മധുരം, എന്നാൽ ഇഞ്ചിയുടെ ടേസ്റ്റും ഉണ്ട്, പുളിയുണ്ട് ചെറുതായിട്ട്. കൊള്ളാം കേട്ടോ, അടിപൊളി സാധനമാണ് ഇത്. നമുക്ക് ഡെസേർട്ടായിട്ട് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ശർക്കരയുടെ ആ മധുരം ഉണ്ട് നന്നായിട്ട്. എങ്ങനെയുണ്ട്? ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുണ്ട്. കൊള്ളാം, അത് അടിപൊളിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. അതുപോലെ തന്നെ നാരങ്ങാച്ചാറുണ്ട്. നാരങ്ങാച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ആ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നീ കുറേ നേരമായല്ലോ പുളിയില്ല എന്ന് പറയുന്നത്. ഇതിന് ഇഷ്ടംപോലെ പുളിയുണ്ടെന്ന്. നാരങ്ങാച്ചാറിന് ആവശ്യത്തിന് പുളിയുണ്ട്. പ്രണവിൻ്റെ അഭിപ്രായമൊന്നും ചോദിച്ചില്ലല്ലോ, പറഞ്ഞു വന്നു. എന്താ പറയുക, ഒരു പെരുമ്പാവൂരുകാരൻ എപ്പോഴും നെയ്ച്ചോറും ബീഫും തന്നെയാണ് കഴിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നെയ്ച്ചോറിനൊപ്പം പോകുമ്പോൾ ബീഫ് തന്നെയാണ്.
പിന്നെ എന്താ പറയുക സൈഡായിട്ട് നമുക്ക് നാരങ്ങ അച്ചാർ, പുളിയിഞ്ചി, സാലഡ്. പിന്നെ ഞാൻ അതിന് പുറമെ ചിക്കൻ ഫ്രൈ ആണ് എടുത്തത് 65. അത് അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ്. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു സ്വല്പം ചിക്കൻ 65 ഒന്ന് നോക്കട്ടെ. പ്രണവ് പറഞ്ഞ പോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് സോഫ്റ്റുമാണ്. കൊള്ളാം. പൊതുവേ ഉണ്ടല്ലോ നമുക്ക് പെരുമ്പാവൂർ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറും ബീഫും കഴിക്കണമെന്ന് തോന്നിയാൽ വന്ന് കഴിക്കാൻ പറ്റുന്ന, എന്നാൽ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടുന്നത് അതിൻ്റെ ആ സൈഡ്സും എല്ലാം ആയിട്ട് കൊള്ളാവുന്നൊരു സ്ഥലമാണ് കഫേ മറാക്കിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് മഞ്ഞപ്പെട്ടിയിലാണ്. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം. തൽക്കാലത്തേക്കിന് ബൈ. അതിൻ്റെ ഇടയ്ക്ക് സാലഡിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. സാലഡിലാണെങ്കിലും പച്ചമുളക്, സവോള, ക്യാരറ്റ്, വിനാഗിരി, ഉപ്പ് ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് നല്ല. ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഒന്നിച്ചിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനാണ് ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും.